സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാനസ വിശദാംശങ്ങളുമായി ചേരുന്നു. മാനസ, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എങ്ങനെയാണ് കേരളത്തിൻ്റെ ഈ ശക്തമായ മഴയുടെ ഒരു സാഹചര്യം തുടരും എന്ന നിലയിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്? വിശദാംശങ്ങൾ. സൂചിപ്പിച്ചതുപോലെ തന്നെ വരും ദിവസങ്ങളിലും ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ ഈ 7 ദിവസം വ്യാപകമായ മഴ തന്നെയായിരിക്കും ലഭിക്കുക എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് അതിശക്തമായ മഴ മുന്നറിയിപ്പില്ല. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. 10 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ മഴ മാത്രമായിരിക്കും ഉണ്ടാവുക എന്നതാണ് പ്രവചിക്കുന്നത് എങ്കിൽ കൂടിയും ചില ജില്ലകളിൽ, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ ഒരുപക്ഷെ ഓറഞ്ച് അലർട്ടിന് സമാനമായ രീതിയിൽ മഴ ലഭിച്ചേക്കാം എന്ന മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ഈ തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പ് ഉള്ളത്. ഒപ്പം തന്നെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കായിരിക്കും സാധ്യതയെന്ന് പറയുന്നുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. കാറ്റിൽ സ്വീകരിക്കേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൊതുജനങ്ങൾ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായാണ് വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് മഴ ശക്തമാവുക എന്ന് പറയുന്നത്. ഒപ്പം ഈ ഒഡീഷ തീരത്തിനും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്തിരുന്നു. അത് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അറബിക്കടലിനും പാകിസ്ഥാൻ തീരത്തിനും മുകളിലായി അസ്ന ചുഴലിക്കാറ്റ് നിലകൊള്ളുന്നുണ്ട്. ഇത് അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറഞ്ഞ തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് ഏറ്റവും ഒടുവിൽ അറിയിക്കുന്നുണ്ട്. ഏതായാലും ന്യൂനമർദ്ദപാത്തിയും ചക്രവാത ചുഴിയും നിലകൊള്ളുന്ന ഈ സാഹചര്യത്തിൽ വരുന്ന 7 ദിവസം കൂടി സംസ്ഥാനത്ത് അതിശക്തമായതോ അല്ലെങ്കിൽ ശക്തമായതോ രീതിയിലുള്ള മഴ ലഭിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ സാഹചര്യത്തിൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക് തുടരുകയാണ്. ഒപ്പം തന്നെ മലയോര തീരദേശ മേഖലകളിലുള്ളവർ അതീവ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നും അറിയിച്ചിട്ടുണ്ട്. മാനസയാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്.